ക്യാൻസർ ചികിത്സ ഏകോപിപ്പിക്കുന്നതിന് സംസ്ഥാനത്തെ ക്യാൻസർ സെന്ററുകൾ, ജില്ലാ ജനറൽ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ എന്നിവയെ ഉൾപ്പെടുത്തി ക്യാൻസർ ഗ്രിഡ് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ PG ഇൻസ്റ്റിറ്റ്യൂട്ടായി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിച്ച ട്രീറ്റ്മെന്റ് ആൻഡ് അക്കാഡമിക് ബ്ലോക്ക് കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ക്യാൻസർ പ്രതിരോധിക്കുന്നതിനുള്ള സമഗ്രമായ ഇടപെടലാണ് സർക്കാർ നടത്തുന്നത്. ക്യാൻസർ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനും രോഗികൾക്ക് കുറഞ്ഞ ചിലവിൽ ചികിത്സയും മരുന്നും ലഭ്യമാക്കുന്നതിനും ഉതകുന്ന നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോവുകയാണ്. ക്യാൻസർ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത് ലക്ഷ്യമിട്ട് സീറോ പ്രോഫിറ്റ് ആന്റി ക്യാൻസർ ഡ്രഗ് പദ്ധതി സംസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞു. അർബുദ ചികിത്സയ്ക്കുള്ള വില കൂടിയ മരുന്നുകൾ ഇടനിലക്കാരില്ലാതെ രോഗികൾക്ക് ലഭ്യമാക്കും എന്നതാണ് പുതിയ പദ്ധതിയുടെ സവിശേഷത. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട 14 കാരുണ്യ ഫാർമസികളിലേക്ക് പ്രത്യേക കൌണ്ടർ വഴി ഉയർന്ന വിലയുള്ള ക്യാൻസർ മരുന്നുകൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുന്നുണ്ട്. കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ള 9 ലക്ഷം പേർക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. സ്തനാർബുദമാണ് ഇതിൽ പ്രധാനം. സെർവിക്കൽ ക്യാൻസർ തടയാൻ വാക്സിനേഷൻ നൽകാൻ സംസ്ഥാനം തീരുമാനിച്ചതായും ജില്ലാ ആശുപത്രികളിൽ ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ സർക്കാർ 2.5 കോടി രൂപ അനുവദിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. ക്യാൻസർ രോഗം നിയന്ത്രിക്കുന്നതിനും ക്യാൻസർ രോഗികൾക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സകളും മരുന്നുകളും ലഭ്യമാക്കുന്നതിനും ഉതകുന്ന നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ക്യാൻസർ രോഗബാധിതരായവർക്ക് പൊതുവിപണിയിൽ ലഭിക്കുന്നതിനെ അപേക്ഷിച്ച് പരമാവധി വിലക്കുറവിൽ കാരുണ്യ ഫാർമസികളിൽ നിന്ന് മരുന്നുകൾ ലഭ്യമാക്കുന്ന സീറോ പ്രോഫിറ്റ് ക്യാൻസർ കൗണ്ടറുകൾക്ക് നമ്മൾ തുടക്കം കുറിച്ചിരുന്നു. തിരഞ്ഞെടുത്ത 14 കാരുണ്യ ഫാർമസികളിലൂടെ ഉയർന്ന വിലയുള്ള ക്യാൻസർ മരുന്നുകൾ കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംസീർ മുഖ്യാതിഥിയായി. ഷാഫി പറമ്പിൽ MP മുഖ്യപ്രഭാഷണം നടത്തി. BSNL ചീഫ് എഞ്ചിനീയർ R രതീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ജമുന റാണി ടീച്ചർ, വാർഡ് കൌൺസിലർ P വസന്ത, തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.